ഹലോ മൈ ഡിയർ ലേണേഴ്സ്, വെൽക്കം ടു ദി ഈസി എക്കണോമിക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർനാഷണൽ ട്രേഡിലെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ എക്കണോമിക്സിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്കറിയാം ഇന്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ UGC നെറ്റ് എക്സാമിനും സെറ്റ് എക്സാംസിനും ഒക്കെ വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഈ ഭാഗത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് വളരെ നിങ്ങൾ എക്കണോമിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് UGC നെറ്റിനും സെറ്റിനും ഒക്കെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു MCQ സീരീസ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എന്താണ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് കുറച്ചും കൂടെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് വായിക്കുക, അതിന്റെ ആൻസർ നോക്കുക, ദെൻ റിവൈസ് ചെയ്യുക. മാക്സിമം ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദി കമ്മിറ്റി അപ്പോയിന്റഡ് ടു ലേ the roadmap to capital account convertibility. സോ ഏതാണ്? താരാപൂർ കമ്മിറ്റിയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി റിലേറ്റ് ചെയ്ത കമ്മിറ്റി എന്ന് പറയുന്നത് താരാപൂർ കമ്മിറ്റിയാണ്. ഓക്കെ, സോ അപ്പം ഏതാണ്? താരാപൂർ കമ്മിറ്റിയാണ് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കറിയാം താരാപൂർ കമ്മിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ടബിലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. 1997 ഈ താരാപൂർ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാർഷൽ ലേണർ കണ്ടീഷൻ സ്റ്റേറ്റ് ദാറ്റ്. എന്താണ് മാർഷൽ ലേണർ കണ്ടീഷൻ? സോ ഇവിടെ നമുക്ക് ABCDE 5 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. സോ ഈ ഓപ്ഷൻസ് വായിക്കുന്നതിന് മുൻപ് എന്താണ് മാർഷൽ ലേണർ കണ്ടീഷൻ എന്ന് നമുക്ക് നോക്കാം. സോ എന്താണ് മാർഷൽ ലേണർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് എ കൺട്രി ഡിവാല്യൂസ് ഹെർ കറൻസി ഇൻ ഓർഡർ ടു റിമൂവ് ദ എക്സ്റ്റേണൽ ബാലൻസ് ഓഫ് പേയ്മെന്റ്, the sum of price elasticity of demand for export and import should be greater than unity in absolute terms. അതാണ് എന്തെന്ന് പറയുന്നത് മാർഷൽ ലേണർ കണ്ടീഷൻ. ഇനി ദിസ് ഇസ് വെൽ നോൺ മാർഷൽ ലേണർ കണ്ടീഷൻ in case export elasticity and import elasticity sum equal to 1 ആണെങ്കിൽ, okay, if the export elasticity, sum of the export elasticity and import elasticity is equal to 1, എന്താണ്? There is no improvement in the balance of deficit of the country will result from the devaluation. Okay, അപ്പോൾ എന്താണ് മാർഷൽ ലേണർ കണ്ടീഷൻ? അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് പ്ലസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇമ്പോർട്ട് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ മാത്രമേ BOP ഡെഫിസിറ്റ് ഉണ്ടാവുമ്പോൾ ആ രാജ്യം ഡിവാല്യൂ ചെയ്താൽ എഫക്റ്റീവ് ആവുകയുള്ളൂ. മനസ്സിലായോ? അതായത് ഒരു രാജ്യം ഡിവാല്യൂ ചെയ്യാണ് അവരുടെ കറൻസി എന്തിനു വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദെയർ ബാലൻസ് ഓഫ് പേയ്മെന്റ്. സോ അത് സക്സസ്ഫുൾ ആവണമെങ്കിൽ, ആ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവണമെങ്കിൽ, ആ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് കുറയണമെങ്കിൽ എന്ത് വേണം? ആ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? അവരുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ടിന്റെയും ഇമ്പോർട്ടിന്റെയും സം എന്ന് പറയുന്നത്, ആ രാജ്യത്തിന്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ടിന്റെയും ഇമ്പോർട്ടിന്റെയും സം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. സോ ദാറ്റ് ഈസ് ദി വെൽ നോൺ മാർഷൽ ലേണർ കണ്ടീഷൻ. ഇൻ കേസ് ഇവിടെ ഈക്വൽ ടു 1 ആണ് വരുന്നതെങ്കിലോ, ഇനി ഇലാസ്റ്റിസിറ്റിയുടെ സം എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താണ് സംഭവിക്കാം? there is no improvement, അല്ലെ? there is no effect. ഡിവാല്യൂ ചെയ്യുന്നതിലൂടെ ആ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ അതിന്റെ ഇലാസ്റ്റിസിറ്റിയുടെ സം ഈക്വൽ ടു 1 ആണെങ്കിൽ there is no improvement or there is no effect on the balance of payment situation when we devalue its currency. ഓക്കെ, നമ്മൾ ഡിവാല്യൂ ചെയ്താലും അതിൽ യാതൊരു എഫക്റ്റും ഉണ്ടാകുന്നില്ല. ബാലൻസ് ഓഫ് പേയ്മെന്റ് സിറ്റുവേഷനിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. there is no change in the current balance of payment situation. ഓക്കെ, ഇനി ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ട് പ്ലസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇമ്പോർട്ട് ലെസ് ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും?
ലെസ് ദാൻ 1 ആണെങ്കിൽ എന്താണ്? നമ്മൾ ഡിവാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ഡിവാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ലെസ് ദാൻ 1 ആണെങ്കിൽ എന്താണ്? ഡെഫിസിറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഡെഫിസിറ്റ് കുറയല്ല, മറിച്ച് എന്താണ് ചെയ്യുക? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. എപ്പോ? ഇഫ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ട് പ്ലസ് ഇമ്പോർട്ട് ലെസ് ദാൻ 1. മനസ്സിലായോ? അതായത് അവിടെ നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് കുറയണമെങ്കിൽ ഗ്രേറ്റർ ദാൻ 1, ഇംപ്രൂവ്മെന്റ് ഉണ്ടാവണമെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. ഇനി ഈക്വൽ ടു 1 ആണ് എങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? അവിടെ യാതൊരു മാറ്റം ഉണ്ടായിരിക്കില്ല, ദർ ഇസ് നോ എഫക്ട്. ഇനി ഡിവാല്യൂ നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ലെസ് ദാൻ 1 ആണെങ്കിൽ എന്താണ്? നമ്മൾ ആ കറൻസി ഡിവാല്യൂ ചെയ്താൽ നമ്മുടെ നിലവിലുള്ള ബാലൻസ് ഓഫ് പേയ്മെന്റ് സിറ്റുവേഷൻ വേഴ്സൺ ആവും, അല്ലെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക, BOP ഡെഫിസിറ്റ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. സോ ദിസ് ഈസ് ദി വെൽ നോൺ മാർഷൽ ലേണർ കണ്ടീഷൻ. ഇനി നമ്മുടെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓപ്ഷൻ നോക്കി നോക്കൂ. ഡിവാലുവേഷൻ വിൽ ഇംപ്രൂവ് ദ കൺട്രീസ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇഫ് ദ സം ഓഫ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഇൻ അബ്സല്യൂട്ട് ടേംസ് ഇസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, ഇവിടെ നോക്ക്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡിവാലുവേഷൻ ചെയ്താൽ എന്താണ്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ടും ഇമ്പോർട്ടും ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡിവാലുവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. ഷെസ് നമ്മൾ പറഞ്ഞതാണ് അതല്ലേ, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അല്ലെ ദർ ഈസ് എൻ ഇംപ്രൂവ്മെന്റ് ഇൻ ദി ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ്. സോ ദാറ്റ് ഇസ് കറക്റ്റ്. ഇനി അപ്പൊ ഇതിൽ ഏതാണ് ഓപ്ഷൻ എ വരുന്ന? അത് ഏതൊക്കെയാണ്? ACD. അപ്പൊ നമുക്ക് ഇത് റിമൂവ് ചെയ്യാം അല്ലെ, ബി റിമൂവ് ചെയ്തു. നമ്മള് ബി എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. നെക്സ്റ്റ് ഡിവാലുവേഷൻ. ഇപ്പൊ നമുക്ക് 3 ഓപ്ഷൻ ആണുള്ളത്. ഡിവാലുവേഷൻ വിൽ ഇൻക്രീസ് ഇൻ ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് ഇഫ് ദ സം ഓഫ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ലെസ് ദാൻ 1. ഡിവാലുവേഷൻ വിൽ ഇൻക്രീസ് ദ BOP ഡെഫിസിറ്റ് അല്ലെ. BOP ഡെഫിസിറ്റ് എന്ത് ചെയ്യും? ഡിവാലുവേഷൻ ചെയ്ത BOP ഡെഫിസിറ്റ് ഇൻക്രീസ് ചെയ്യും, കുറയല്ല ചെയ്യുന്നത്, ഡെഫിസിറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. എപ്പോ? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ലെസ് ദാൻ 1. സോ ഈ സിറ്റുവേഷൻ ആണ് അവിടെ പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞത് കറക്റ്റ് അല്ലേ അത്? യെസ്. അപ്പോ ബിയും കറക്റ്റ് ആണ്. സോ ബി കറക്റ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? A and D. സോ നമുക്ക് എന്ത് ചെയ്യാം? സി എലിമിനേറ്റ് ചെയ്യാം. ഇതുപോലുള്ള എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം ഇപ്പോഴും നമുക്കറിയാം ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്സ് സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് സി കൂടെ നോക്കാം അല്ലേ. ഡിവാലുവേഷൻ വിൽ ഹാവ് നോ എഫക്ട് ഇൻ ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് സിറ്റുവേഷൻ ഇഫ് ദ സം ഓഫ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഈക്വൽ ടു 1. സോ ഡിവാലുവേഷൻ മൂലം യാതൊരു ഇംപ്രൂവ്മെന്റും ഉണ്ടാവില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എപ്പോ? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ടും ഇമ്പോർട്ടും ഈക്വൽ ടു 1 ആണെങ്കിൽ. സോ അതല്ലേ നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പൊ അതും കറക്റ്റ് അല്ലേ? അപ്പൊ സിയും കറക്റ്റ് ആണ്. സോ A, B, C ഈ 3 ഓപ്ഷൻ കറക്റ്റ് ആണ്. സോ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, D അല്ലേ. സോ D ഈസ് ദി കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ മാർഷൽ ലേണർ കണ്ടീഷൻ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറം ഇസ് ഗിവൻ ബൈ. സോ ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറം കൊണ്ടുവന്നത് ആരാണ്? പോൾ സാമുവൽസൺ ആണ്. ഓക്കെ, പോൾ സാമുവൽസൺ ആണ് ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറം കൊണ്ടുവന്നത്. സോ അത് നമ്മുടെ ഹെക്ഷർ-ഓഹ്ലിൻ തിയറത്തിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ് ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറം എന്ന് പറയുന്നത്. സോ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്, പോൾ സാമുവൽസൺ ആണ്. സോ ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറം ഈസ് അതർവൈസ് നോൺ ആസ് ഹെക്ഷർ-ഓഹ്ലിൻ സാമുവൽസൺ തിയറം. ഹെക്ഷർ-ഓഹ്ലിൻ സാമുവൽസൺ തിയറം ആണ് HOS തിയറം. അപ്പൊ ഏതാണ് HOS തിയറം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആരാണ് അതിന്റെ പ്രൊപ്പൗണ്ടർ, അല്ലെങ്കിൽ ആരാണ് അത് ഡെവലപ്പ് ചെയ്തെന്ന് ചോദിച്ചാൽ പോൾ സാമുവൽസൺ. അപ്പൊ ഹെക്ഷർ-ഓഹ്ലിൻ സാമുവൽസൺ തിയറം ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറം ഒന്നാണ്. സോ ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറം ഈസ് ഗിവൻ ബൈ പോൾ സാമുവൽസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ഇൻമിസറൈസിംഗ് ഗ്രോത്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇൻമിസറൈസിംഗ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാം. അപ്പം നമ്മൾ ആ ഒരു ഇത് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് വായിക്കുമ്പോൾ മനസ്സിലാവും. അതായത്
ഇംബസറൈസിങ് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ജഗദീഷ് ഭഗവതിയാണ്. ഓക്കെ, ആരാണ് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത്? ജഗദീഷ് ഭഗവതിയാണ്. ഇത് UGC നെറ്റ് എക്സാമിന് ഒരു വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ആരാണ് ഇംബസറൈസിങ് ഗ്രോത്ത് കൊണ്ടുവന്നത് എന്നുള്ളത്. സോ ജഗദീഷ് ഭഗവതിയെ നോട്ട് ചെയ്തോളാം. സോ ഇത് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്ത ജഗദീഷ് ഭഗവതിയാണ്. അതായത് ഒരു കൺട്രി എക്കണോമിക് ഗ്രോത്ത്, ഒരു പുവർ കൺട്രി അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രി എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയാണ്, ഒരു എക്കോണമിയിൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് ആ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു എക്സ്പോർട്ട് എക്സ്പാൻഷനിലൂടെ അല്ലെങ്കിൽ എക്സ്പോർട്ട് ബേസ്ഡ് ഗ്രോത്ത് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതൊരു എക്സ്പോർട്ട് ബേസ്ഡ് ഗ്രോത്ത് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു അവരുടെ ഓവറോൾ വെൽഫെയർ, ആ കൺട്രിയുടെ ഓവറോൾ വെൽഫെയർ അല്ലെങ്കിൽ അവരുടെ ടേംസ് ഓഫ് ട്രേഡ് എന്താണ്, ഡിറ്റീരിയോറേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ടേംസ് ഓഫ് ട്രേഡ് വേഴ്സണിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു കൺട്രി, എസ്പെഷ്യലി ഡെവലപ്പിംഗ് കൺട്രി അല്ലെങ്കിൽ പുവർ നേഷൻ എന്താണ്, അവരുടെ എക്കണോമിക് ഗ്രോത്ത് കൂടുകയാണ് അല്ലെങ്കിൽ അവരുടെ എക്കണോമിക് ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. അതൊരു എക്സ്പോർട്ട് ബേസ്ഡ് ഗ്രോത്ത് ആണ് അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ട് എക്സ്പാൻഷനിലൂടെ എക്സ്പോർട്ട് ബയാസ്ഡ് ഗ്രോത്ത് ആണ് എങ്കിൽ, എക്സ്പോർട്ടിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഗ്രോത്ത്, ആ ഗ്രോത്തിന് കാരണം എക്സ്പോർട്ട് എക്സ്പാൻഷൻ ആണ് എങ്കിൽ ഇത് സംഭവിക്കും? അല്ലെ, ഇഫ് ദ ഗ്രോത്ത് ഈസ് ഡ്രിവൺ ബൈ ദി എക്സ്പോർട്ട് എക്സ്പാൻഷൻ, this can lead to a decline in its overall welfare. Okay, due to the deterioration of terms of trade. അപ്പൊ ആ ടേംസ് ഓഫ് ട്രേഡിലെ ഡിറ്റീരിയോറേഷൻ മൂലം ആ രാജ്യത്തിന്റെ ഓവറോൾ വെൽഫെയർ അല്ലെങ്കിൽ ഓവറോൾ ഗ്രോത്തിന് ഒരു ഡിക്ലൈൻ സംഭവിക്കുമെന്നാണ് ഇംബസറൈസിങ് ഗ്രോത്ത് കൊണ്ട് പറയുന്നത്. എന്താണ്? ഒരു ഇക്കോണമി ഗ്രോ ചെയ്യുകയാണ്, ഒരു രാജ്യം ഗ്രോ ചെയ്യുകയാണ്, ഓക്കെ, അതൊരു എക്സ്പോർട്ട് എക്സ്പാൻഷനിലൂടെയുള്ള ഗ്രോത്ത് ആണ് എങ്കിൽ എന്ത് സംഭവിക്കും? ദിസ് വിൽ ലീഡ് ടു എ ഡിക്ലൈൻ ഇൻ ഇറ്റ്സ് ഓവറോൾ വെൽഫെയർ ഡ്യൂ ടു ദി ഡിറ്റീരിയോറേഷൻ ഓഫ് ടേംസ് ഓഫ് ട്രേഡ്. ഓക്കെ, ആ ടേംസ് ഓഫ് ട്രേഡിലുള്ള ഡിറ്റീരിയോറേഷൻ മൂലം എന്ത് സംഭവിക്കും? അവരുടെ ഓവറോൾ വെൽഫെയർ ഡിക്ലൈൻ ചെയ്യും, വേഴ്സണിങ് ചെയ്യും. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക. എന്നിട്ട് ഓപ്ഷൻസ് വായിക്കുക. ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ, എക്സ്പോർട്ട് ബേസ്ഡ് ഗ്രോത്ത് ബൈ പുവർ നേഷൻസ് വുഡ് വേഴ്സണിങ് ദെയർ ടേംസ് ഓഫ് ട്രേഡ് സോ മച്ച് ദേ വുഡ് ബി വേഴ്സ് ഓഫ് ദാൻ ദേ ഹാഡ് ഗ്രോൺ അറ്റ് ഓൾ. സോ ഇത് നമ്മൾ പറഞ്ഞതുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആണ്. താഴത്തെ എന്താണ്? റിച്ച് നേഷൻസ് ആണല്ലേ, നമ്മൾ പറഞ്ഞു ഡെവലപ്പിംഗ് കൺട്രീസിനാണ് എപ്പോഴും പറയുന്നത്. സോ റിച്ച് നേഷൻ അല്ല. സോ നമുക്ക് ആ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് നോക്ക്, ഇമ്പോർട്ട് ബേസ്ഡ് ആണ്. ഇമ്പോർട്ട് ബേസ്ഡ് ആണോ നമ്മൾ പറഞ്ഞത്? അല്ല, എക്സ്പോർട്ട് ബേസ്ഡ് ആണ്. ഓക്കെ, എക്സ്പോർട്ട് ബേസ്ഡ് ഗ്രോത്ത് ആണ് അല്ലെങ്കിൽ എക്സ്പോർട്ട് എക്സ്പാൻഷനിലൂടെയുള്ള ഗ്രോത്ത് ആണ്. സോ ദിസ് ഓപ്ഷനും തെറ്റാണ്. ദീസ് ടു ഓപ്ഷൻസ് ആർ റോങ്. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? എ ആണ്. ഓക്കെ, എക്സ്പോർട്ട് ബയാസ്ഡ് ഗ്രോത്ത് ബൈ പുവർ നേഷൻസ് വുഡ് വേഴ്സൺ ദെയർ ടേംസ് ഓഫ് ട്രേഡ് സോ മച്ച് ദാറ്റ് ദേ വുഡ് ബി വേഴ്സ് ഓഫ് ദാൻ ഇഫ് ദേ ഹാഡ് നോട്ട് ഗ്രോൺ അറ്റ് ഓൾ. ഓക്കെ, ഡച്ച് ഡിസീസ് റെഫേഴ്സ് ടു. എന്താണ് ഡച്ച് ഡിസീസ്? സോ ഡച്ച് ഡിസീസ് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ആ ഡച്ച് ഡിസീസ് എന്ന് പേര് വന്നത് അല്ലെങ്കിൽ എന്താണ് ഡച്ച് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 1997 ഈ ഡച്ച് ഡിസീസ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് നമ്മുടെ നെതർലാൻഡ്സിലെ മാനുഫാക്ചറിങ് സെക്ടറിന് ഉണ്ടാകുന്ന ഒരു ഡിക്ലൈൻ ആണ് ഇതിന് കാരണം. എന്താണ്? അപ്പം എന്തുകൊണ്ടാണ് അവിടുത്തെ മാനുഫാക്ചറിങ് സെക്ടറിന് ഒരു ഡിക്ലൈൻ ഉണ്ടായത് അല്ലെങ്കിൽ അവരുടെ എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും ഒക്കെ ഒരു ഡിക്ലൈൻ ഉണ്ടായത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് സ്റ്റഡിയിലൂടെ മനസ്സിലായത്. അവിടെ എന്താണ്? അവിടെ അവര് ട്രേഡ് ചെയ്യുന്ന മീൻസ് എന്താണ്, ഈ നാച്ചുറൽ ഗ്യാസസ് അല്ലെ, അവിടെ വേറൊരു സെക്ടർ നാച്ചുറൽ ഗ്യാസ് ഫീൽഡിന്റെ എക്സ്പാൻഷൻ ആണ് എന്തിന് കാരണം? ഇങ്ങനെയുള്ള ഒരു മാനുഫാക്ചറിങ് സെക്ടറിന്റെ ഒരു ഇതിന് കാരണം. ഓക്കെ, ഡിക്ലൈനിങ്ങിന് കാരണം എന്നാണ് ആ സ്റ്റഡീസ് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഡച്ച് ഡിസീസ് എന്ന് അതിനെ വിളിക്കുന്നത്. ഓക്കെ, ഡച്ച് ഡിസീസ് എന്ന് വിളിക്കുന്നത്. സോ ബേസിക്കലി എന്താണ് ഡച്ച് ഡിസീസ്? അതായത് രണ്ട് സെക്ടർ ഉണ്ട്. ഇപ്പൊ നമുക്ക് പറയാം ഒരു മാനുഫാക്ചറിങ് സെക്ടർ ആണെന്ന് വിചാരിക്കാം, മറ്റൊന്ന് ഇതുപോലെ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ ഉള്ള ഒരു സെക്ടർ ആണെന്ന് വിചാരിക്കും. നാച്ചുറൽ റിസോഴ്സ് ലൈക്ക് പെട്രോളിയം, അങ്ങനെയൊക്കെയുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസസ് ഒക്കെ ആ ഒരു സെക്ടർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ രണ്ട് സെക്ടേഴ്സും ഒരു സെക്ടറിന്റെ ഗ്രോത്ത് മൂലം, ഇപ്പോ ഒരു സെക്ടറിന്റെ, ഒരു ട്രേഡഡ് ഗുഡ് സെക്ടറിന്റെ ഗ്രോത്ത് മൂലം മറ്റൊരു ട്രേഡഡ് ഗുഡ് സെക്ടറിന്
ഡിക്ലൈൻ സംഭവിക്കുകയാണ് എങ്കിൽ അവിടെ എന്താണ് ഡച്ച് ഡിസീസ് ആണെന്ന് പറയാം. സോ ഇവിടെ അപ്പൊ ആ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? എ ബൂം ഇൻ ട്രേഡഡ് ഗുഡ് സെക്ടർ ലീഡിംഗ് ടു ബൂം ഇൻ അതർ ട്രേഡഡ് ഗുഡ് സെക്ടർ ആണോ? അതാണോ നമ്മൾ പറഞ്ഞത്? രണ്ട് സെക്ടർ ഉണ്ട്, ഒരു സെക്ടറിന്റെ ഭൂമ മറ്റൊരു സെക്ടറിന്റെ ഡിക്ലൈനിന് കാരണമാവും എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഇത് തെറ്റല്ലേ? ഇവിടെ രണ്ടും ഭൂമാണ്. ബി എന്താണ്? ബൂം ഇൻ ട്രേഡഡ് ഗുഡ് സെക്ടർ ലീഡിംഗ് ടു ഡിക്ലൈൻ ഇൻ അതർ ട്രേഡഡ് ഗുഡ് സെക്ടർ. ഒരു ട്രേഡഡ് ഗുഡ് സെക്ടറിന്റെ ഭൂമ മറ്റൊരു ട്രേഡഡ് ഗുഡ് സെക്ടറിന്റെ ഡിക്ലൈനിന് കാരണമാവും. അപ്പൊ ഈ ഓപ്ഷൻ കറക്റ്റ് അല്ലേ? യെസ്. ഡച്ച് ഡിസീസ് refers to a boom in traded goods sector leading to decline in the other good sector. So B is the correct option. The notion of J-curve implies that devaluation of domestic currency, option A, improves the country's trade balance at first before worsening, worsens the trade balance at first before improving, didn't produce any positive or negative effect on trade balance, improve the country's trade balance immediately after devaluation. അതായത് ജേക്കർവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് റിമൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഡീവാലുവേഷൻ അല്ലെങ്കിൽ എന്താണ് ഡീവാലുവേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഡീവാലുവേഷൻ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി എന്ത് സംഭവിക്കും? ആ ഒരു ഡെഫിസിറ്റ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അത് ഒരു ഷോർട്ട് റണ്ണിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഒരു ലോങ് റണ്ണിലാണ് ആ ഇംപ്രൂവ്മെന്റ് നമുക്ക് പ്രസന്റ് ആവുന്നത്, അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്നാണ് ജേക്കർവ് എഫക്ട് എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡയഗ്രാം വരയ്ക്കുകയാണ്. ദിസ് ഇസ് ബാലൻസ് ഓഫ് പേയ്മെന്റ് BOP. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം. യെസ്. ഇനി നമ്മള് ഡിവാലുവേഷൻ നടത്തുകയാണ്. അവിടുത്തെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഡിവാലുവേഷനോ അല്ലെങ്കിൽ ഡിപ്രീസിയേഷനോ ചെയ്യുകയാണെങ്കിൽ, അവിടുത്തെ കറൻസിയുടെ ഡിപ്രീസിയേഷനോ ഡിവാലുവേഷനോ നടത്തുകയാണ് എങ്കിൽ എന്താണ് ഇനീഷ്യലി എങ്ങനെയായിരിക്കും ഗ്രോത്ത് എന്ന് പറയുന്നത്? ഇങ്ങനെയായിരിക്കും അല്ലെ? ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് ഇതാ ഒരു ജെ പോലെ ആയിരിക്കും. കണ്ടോ? അതാണ് ജെ കർവ് എഫക്റ്റ് എന്ന് പറയുന്നത്. ജെ കർവ് ജെ പോലെ ആയിരിക്കും. കാരണം ഇനീഷ്യലി അതെന്താണ് നെഗറ്റീവ് അല്ലെ? ഇനീഷ്യലി അത് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് തന്നെയായിരിക്കും. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് ആയിരിക്കും. ദെൻ ഒരു കുറച്ച് കഴിയുമ്പോഴാണ് എന്താണ് ആ ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് കുറഞ്ഞ് ആ ടു ടേംസ് ഓഫ് ട്രേഡ് ഇംപ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ജെ കർവ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ എഫേർട്സ് ടു ഇംപ്രൂവ് ട്രേഡ് ബാലൻസ് ബൈ ഡീവാലുവേഷൻ ഓർ ഡിപ്രീസിയേഷൻ വിൽ കീപ് ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് will keep the balance of payment in deficit for some time. കുറച്ച് നാളത്തേക്ക് ആ ഡെഫിസിറ്റ് ഉണ്ടാവും. ഓക്കെ, പിന്നെന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ടേൺ ഇൻ ടു സർപ്ലസ്. ഒരു ലോങ് റണ്ണിലേക്ക് എന്ത് ചെയ്യും? അത് ഇറ്റ്സ് വിൽ ടേൺ ടു സർപ്ലസ്. കണ്ടോ? ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. അതിന് കാരണം എന്താണ്? ബിക്കോസ് ഇമ്പോർട്ട് പ്രൈസസ് മൂവ് ഫാസ്റ്റർ ദാൻ ദി എക്സ്പോർട്ട് പ്രൈസസ്. ഓക്കെ, ഇമ്പോർട്ട് പ്രൈസസ് എക്സ്പോർട്ട് പ്രൈസസിനെക്കാട്ടിലും ഫാസ്റ്റർ ആയി മൂവ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ജെ കർവ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനീഷ്യലി നമ്മൾ ഡിവാലുവേഷൻ ചെയ്യുമ്പോൾ എന്താണ്? വേഴ്സണിങ് ആണ്. ഓക്കെ, ഇപ്പൊ ട്രേഡ് ബാലൻസ് വേഴ്സണിങ് ആണ് ഇനീഷ്യലി, അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് മുൻപ്. ഓക്കെ, അത് ഓർത്ത് വെക്കാം. അപ്പൊ നമ്മുടെ ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ഉത്തരം ഇതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? ഇംപ്രൂവ് ദ കൺട്രീസ് ട്രേഡ് ബാലൻസ് അറ്റ് ഫസ്റ്റ് ബിഫോർ വേഴ്സണിങ്. ആദ്യം ഇംപ്രൂവ് ചെയ്യണോ ചെയ്യുക ട്രേഡ് ബാലൻസ്? അല്ല അല്ലെ? അവിടെ വേഴ്സണിങ് ആണ്. So next question option നോക്കൂ. worsening the country's trade balance first before improving. yes, അപ്പൊ ഇതല്ലേ കറക്റ്റ്? ഇംപ്രൂവ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് വേഴ്സണിങ് ആണ് സംഭവിക്കുന്നത് നമ്മുടെ ട്രേഡ് ബാലൻസിന്. സോ ദാറ്റ് ഇസ് ദി ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അതുകൊണ്ടാണ് ജെ. ഓക്കെ, നെക്സ്റ്റ്. Metzler paradox is the theoretical possibility that the imposition of tariff on imports may provide. So Metzler paradox എന്താണ്? അതായത് നമ്മളൊരു ടാരിഫ് ഇമ്പോസ് ചെയ്യാണ്. ഓക്കെ, അപ്പം ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് അത് അവിടുത്തെ എന്താണ് ഇമ്പോർട്ട് കോമ്പറ്റിംഗ് ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ, ഇവർക്ക്
അവരെ അത് നെഗറ്റീവ് ആയിട്ടാണ് ബാധിക്കുക എന്നുള്ളതാണ് മെറ്റ്സ്ലർ പാരഡോക്സിൽ പറയുന്നത്. ഓക്കെ, എന്താണ്? ഒരു ടാരിഫ് ഇമ്പോസ് ചെയ്യാണ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ്, പാരഡോക്സിക്കലി ഡിക്രീസസ് ഇൻ ദി റിലേറ്റീവ് ഇന്റേണൽ പ്രൈസ് ഓഫ് ദാറ്റ് ഗുഡ്. അതിന്റെ ഇന്റേണൽ പ്രൈസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യാനുള്ള കാരണമാവും. സോ അതിനെയാണ് മെറ്റ്സ്ലർ പാരഡോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് എന്തെന്ന് പറയുന്നത് കറക്റ്റ്. നെഗറ്റീവ് പ്രൊട്ടക്ഷൻ ടു ദ ഇമ്പോർട്ട് കോമ്പറ്റീവ് ഇൻഡസ്ട്രി. ഓക്കെ, സി ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് വരുന്നത്. നെക്സ്റ്റ്, സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8th ക്വസ്റ്റ്യൻ ആണ്. സോ 8th ക്വസ്റ്റ്യനിൽ മാച്ച് ദ ഫോളോയിങ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളോട് ഇവിടെ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് തന്നിട്ടുണ്ട്. അപ്പം അത് മാച്ച് ചെയ്യുന്ന ഓതേഴ്സ് ലിസ്റ്റ് 2 കൊടുത്തിട്ടുണ്ട്. സോ മാച്ച് ദ ലിസ്റ്റ് 1 ടു മാച്ച് ദ ലിസ്റ്റ് 2. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ആദ്യം മാച്ച് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ നമുക്കറിയാം കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് ആരുടെയാണ്? ഡേവിഡ് റിക്കാർഡോടെയാണ്. ഓക്കെ, സോ A4 വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? A ആൻഡ് D ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ബിയും സിയും എലിമിനേറ്റ് ചെയ്യാം. കാരണം ബിയില് A3 ആണ് അല്ലെ. A3 എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഹെബർലർ. അപ്പോ അത് തെറ്റാണ്. ഹെബർലർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. സോ അപ്പൊ സിയും ആൻഡ് ബി നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. തിയറി ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതാരാണ്? ഹെബർലർ ആണ്. B3 ആണ്. സോ B3 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്, A ആൻഡ് B. അടുത്തതും കൂടെ നോക്കാം. തിയറി ഓഫ് റെസിപ്രോക്കൽ ഡിമാൻഡ് ആരുടെയാണ്? JS മില്ലിന്റെയാണ്. ട്രേഡ് ക്രിയേഷൻ, ട്രേഡ് ഡൈവേർഷൻ D2 ആണ്. അപ്പൊ D2 എന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? D ആണ്. സോ ഇതും റിമൂവ് ചെയ്യാം. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? D ആണ് അല്ലെ. D ആണ് കറക്റ്റ് ഓപ്ഷൻ. A4, B3, C1, D2. So this is the correct option. Okay, അപ്പം A comparative cost advantage by David Ricardo, theory of opportunity cost by Haverler, theory of reciprocal demand was Jasmine, trade creation and trade diversion by Jacob White. Okay, next. The concept of immeasurizing growth was developed by, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് ഇമ്മിസറൈസിങ് ഗ്രോത്ത് എന്ന് അല്ലെ. അതിന്റെ ഒപ്പം ഞാൻ പറഞ്ഞിരുന്നു ആരാണ് ഇമ്മിസറൈസിങ് ഗ്രോത്ത് കൊണ്ടുവന്നതെന്ന്. ആരാണ്? ജഗദീഷ് ഭഗവതിയാണ്. അപ്പം ജഗദീഷ് ഭഗവതിയാണ് ഇമ്മിസറൈസിങ് ഗ്രോത്ത് ഡെവലപ്പ് ചെയ്തത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് വാസ് ഡെവലപ്ഡ് ബൈ ആരാണ്? യെസ്, ഹെബർലർ ആണ് അല്ലെ. ഹെബർലർ ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് വാസ് ഡെവലപ്ഡ്. Next, Stolper-Samuelson theorem postulates that introduction of tariff by a nation, ഒരു ടാരിഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ can cause real income of the nations. Introduction of tariff by a nation causes the real income of the nation's scarce factor to rise. That is Stolper-Samuelson theorem. Okay, the Stolper-Samuelson theorem postulates that introduction of tariff by a nation cause the real income of the nation's scarce factor to rise. Option A ആണ് correct. Next, foreign trade multiplier is equal to, എന്താണ് foreign trade multiplier? ഇതിൽ ഏതാണ് foreign trade multiplier എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്താണ്? കറക്റ്റ് ആണോ? അല്ല, ഇവിടെ foreign trade multiplier എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇമ്പോർട്ട് വരും. സോ ഈ ഓപ്ഷൻ തെറ്റാണ്, എ. നെക്സ്റ്റ്, ഇവിടെ ഇമ്പോർട്ട് ഉണ്ട് പക്ഷേ ഇതും റോങ് ആണ്. സോ C is also wrong. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് D ആണ്. 1 by marginal propensity to import plus marginal propensity to save is the foreign trade multiplier. ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു എക്സ്പോർട്ട് ഒക്കെ തരാം. സോ അത് തെറ്റാണ്. 1 by MPM plus NPS ആണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1 by MPM plus 1 minus B ആണ് എന്തെന്ന് പറയുന്നത് ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ എന്ന്
പറയും. ഓക്കെ, നെക്സ്റ്റ്, എ ക്യാപിറ്റൽ ഇന്റൻസീവ് കൺട്രി ഷുഡ് എക്സ്പോർട്ട് ലേബർ ഇന്റൻസീവ് ഗുഡ്സ് ആൻഡ് ഇമ്പോർട്ട് ക്യാപിറ്റൽ ഗുഡ്സ് ആർ റെഫേർഡ് ടു ആസ്. നമുക്കറിയാം എന്താണ് ഹെക്ഷറോഹ്ലിൻ തിയറം. ക്യാപിറ്റൽ ഇന്റൻസീവ് നാഷൻ ഷുഡ് എക്സ്പോർട്ട് capital abundant nation should export capital intensive commodity and import labor intensive commodity. Then നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ എന്താണ്, ലേബർ അബൻഡന്റ് നേഷൻ ഷുഡ് എക്സ്പോർട്ട് ലേബർ ഇന്റൻസീവ് കമ്മോഡിറ്റി ആൻഡ് ഇമ്പോർട്ട് ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റി. സോ ദിസ് ഇസ് ബേസിക്കലി ഹെക്ഷറോഹ്ലിൻ തിയറം. ഇതിന്റെ ഒരു എന്താണ്, അതിന്റെ ഒരു ക്രിറ്റിസിസം ആണ് ലിയോണ്ടി പാരഡോക്സ്, അല്ലെങ്കിൽ അതിന്റെ ഒരു അതിന്റെ ഒരു കോൺട്രഡിക്ഷൻ ആണ് ലിയോണ്ടി പാരഡോക്സ് എന്ന് പറയുന്നത്. സോ ലിയോണ്ടി പാരഡോക്സിൽ പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ ഇന്റൻസീവ് കൺട്രി ഷുഡ് എക്സ്പോർട്ട് ലേബർ ഇന്റൻസീവ് ഗുഡ്സ് ആൻഡ് ഇമ്പോർട്ട് ക്യാപിറ്റൽ ഗുഡ്സ് ആർ ഗുഡ്സ്. സോ അപ്പം ഏതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ലിയോണ്ടി പാരഡോക്സ് ആണ് അല്ലെ, ഓപ്ഷൻ എ ആണ്. അതായത് ക്യാപിറ്റൽ ഇന്റൻസീവ് കൺട്രി എന്താണ്, ക്യാപിറ്റൽ ഇന്റൻസീവ് കൺട്രി ലേബർ ഇന്റൻസീവ് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുകയും ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ ഹെക്ഷറോഹ്ലിൻ തിയറത്തിന് എഗെയിൻസ്റ്റ് ആണ് അല്ലെ, നേരെ ഓപ്പോസിറ്റ് ആണ്. സോ ദാറ്റ് ഇസ് ലിയോണ്ടി പാരഡോക്സ്. അതൊരു പാരഡോക്സിക്കലി ഇറ്റ്സ് എ പാരഡോക്സ് ടു ഹെക്ഷറോഹ്ലിൻ തിയറം. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. Arrange the following ascending order on the basis of degree of economic integration. Economic integration വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഈ എക്കണോമിക് ഇന്റഗ്രേഷൻ നമ്മുടെ സിലബസിൽ ഉണ്ട് അല്ലെ. സോ എന്താണ് എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം പല പല സ്റ്റേജസ് ആണ് എക്കണോമിക് ഇന്റഗ്രേഷനിൽ വരുന്നത്. ഓക്കെ, അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ആണ്. അപ്പോ ഇനീഷ്യൽ ലോ ഡിഗ്രി ടു ഹയർ ഡിഗ്രി ആണ് നമ്മളോട് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ലോ ഡിഗ്രി ടു ഹയർ ഡിഗ്രി ആണ് നമ്മളോട് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ എന്താണ് എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എക്സാംസിന് പോകുമ്പോൾ അത് എന്തായാലും പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് നിങ്ങളത് നോക്കാതെ പോകരുത്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മുടെ താരിഫ് അതുപോലെ തന്നെ കോട്ടാസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് എന്താണ് ഒരു ക്ലോസർ എക്കണോമിക് ടൈസ് രാജ്യങ്ങളൊക്കെ എത്തുന്ന ഒരു സിറ്റുവേഷൻ ആണ് ബേസിക്കലി എക്കണോമിക് ഇന്റഗ്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് നാഷൻസ് എന്ത് ചെയ്യുക, റിഡക്ഷൻ അല്ലെങ്കിൽ അവരുടെ ടാരിഫ് ബാരിയേഴ്സ് ഒക്കെ റിമൂവ് ചെയ്ത് കോർഡിനേറ്റ് ആയി, മീൻസ് അവരുടെ മോണിറ്ററി പോളിസീസും ഫിസിക്കൽ പോളിസീസും ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് ഒരു ഒരു ഇന്റഗ്രേറ്റ് ചെയ്ത് അവരൊരു മീൻസ് ഒരു കൂട്ടായ്മയാണ് നമ്മൾ എക്കണോമിക് ഇന്റഗ്രേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിന് ഡിഫറെന്റ് സ്റ്റേജസ് ആണ് ഉള്ളത്. ഇനീഷ്യലി തുടക്കത്തിൽ വരുന്ന സ്റ്റേജ് ആണ് പ്രിഫറൻഷ്യൽ ട്രേഡ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ് PTA. ഓക്കെ, PTA ഓർ പ്രിഫറൻഷ്യൽ ട്രേഡ് അറേഞ്ച്മെന്റ്. സോ ഫസ്റ്റ് പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെന്റ്, ഇതാണ് അതിന്റെ ഓർഡർ. ഓക്കെ, ഹയർ ഡിഗ്രി ലോവർ ഡിഗ്രി ടു ഹയർ ഡിഗ്രിയിലേക്കാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ദെൻ പിന്നെ ഏതാണ് വരുന്നത്, ഫ്രീ ട്രേഡ് ഏരിയ അല്ലെ. ഫ്രീ ട്രേഡ് ഏരിയ. സോ ഈ പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെന്റിൽ എന്താണ്, മെമ്പേഴ്സിന്റെ ഇടയിൽ ഒരു താരിഫ് ഉണ്ടാവും. ഓക്കെ, ഇന്റേണൽ താരിഫ് ഉണ്ടായിരിക്കും, ഒരു ലോ ഇന്റേണൽ താരിഫ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഫ്രീ ട്രേഡ് ഏരിയ, അവിടെ എന്താണ്, നോ ഇന്റേണൽ താരിഫ് എമംഗ് ദി മെമ്പർ കൺട്രീസ്. മെമ്പർ കൺട്രീസിന്റെ ഇടയിൽ ഒരു ഇന്റേണൽ താരിഫ് അവിടെ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ആൻഡ് ഓൾസോ നോ കസ്റ്റംസ് ഡ്യൂട്ടി. ദെൻ നെക്സ്റ്റ് ഫ്രീ ട്രേഡ് ഏരിയ കഴിഞ്ഞ അടുത്തത് ഏതാണ്, കോമൺ മാർക്കറ്റ് ആണ് അടുത്തത്. ഓക്കെ, കോമൺ CM എന്ന് എഴുതി കോമൺ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് കസ്റ്റംസ് യൂണിയൻ ആണ് കോമൺ മാർക്കറ്റ് അല്ല, എനിക്ക് തെറ്റിപ്പോയതാണ്. ഓക്കെ, കസ്റ്റംസ് യൂണിയൻ ആണ്, CU ആണ് തേർഡ് ഡിഗ്രി ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ. എന്താണ് കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുമ്പോൾ, അതായത് ഒരു അവരുടെ കോമൺ ഒരു എക്സ്റ്റേണൽ താരിഫ് ഒരു എക്സ്റ്റേണൽ താരിഫ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ എന്തില്ല, കസ്റ്റംസ് ഡ്യൂട്ടി ഇല്ല. ബട്ട് എന്താണ് ഒരു എക്സ്റ്റേണൽ താരിഫ്, ഒരു കോമൺ ആയിട്ടുള്ള എക്സ്റ്റേണൽ താരിഫ്
അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു കോമൺ എക്സ്റ്റേണൽ ടാരിഫ് അവിടെ ഉണ്ടായിരിക്കും. അപ്പം ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്, അവിടെ ലോ ഇന്റേണൽ ടാരിഫ് ആണ് എമംഗ് ദ മെമ്പർ കൺട്രീസ്. ഫ്രീ ട്രേഡ് ഏരിയ പറഞ്ഞു എന്താണ്, നോ ഇന്റേണൽ ടാരിഫ്. ഫ്രീ ട്രേഡിലേക്ക് വരുമ്പോൾ ആ ഇന്റേണൽ ടാരിഫ് റിമൂവ് ചെയ്യാണ്. നെക്സ്റ്റ് കസ്റ്റംസ് യൂണിയൻ ആണ്. കസ്റ്റംസ് യൂണിയനിലേക്ക് വരുമ്പോൾ എന്താണ്, ഒരു എക്സ്റ്റേണൽ ടാരിഫ് ഉണ്ട്, ഒരു കോമൺ എക്സ്റ്റേണൽ ടാരിഫ് ഉണ്ട്. പിന്നെന്താണ്, അവിടെ ഒരു എക്സ്റ്റേണൽ ടാരിഫ് കസ്റ്റംസ് യൂണിയനിലേക്ക് വരുമ്പോൾ ഒരു എക്സ്റ്റേണൽ ടാരിഫ് ഉണ്ട്. ദെൻ അടുത്തതാണ് എന്ത്, കോമൺ മാർക്കറ്റ്. ഫോർ കോമൺ മാർക്കറ്റ്. എന്താണ് കോമൺ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ, അതായത് ബാക്കിയുള്ള എല്ലാ ഇതിന്റെ ഫീച്ചേഴ്സ്, അതായത് കസ്റ്റംസ് യൂണിയന്റെ ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. പ്ലസ് അവിടെ എന്തുണ്ട്, ഫ്രീ മൂവ്മെന്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഒരു ഫ്രീ മൂവ്മെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഫ്രീ മൂവ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് സർവീസസ്. ഓക്കെ, നെക്സ്റ്റ് കോമൺ മാർക്കറ്റ് വന്നു. ദെൻ അടുത്തത് എന്താണ്, എക്കണോമിക് യൂണിയൻ ആണ്. എക്കണോമിക് യൂണിയൻ, എക്കണോമിക് EU, എക്കണോമിക് യൂണിയൻ. സോ എക്കണോമിക് യൂണിയൻ വരുമ്പോൾ എന്താണ്, നോ ബാരിയേഴ്സ് ഫോർ ഇന്റർനാഷണൽ ട്രേഡ്, സോറി ഇന്റേണൽ ട്രേഡ്. ഇന്റേണൽ ട്രേഡിന് യാതൊരുവിധ ബാരിയേഴ്സും ഇല്ല. ദെൻ എന്താണ്, കോമൺ മാർക്കറ്റിന്റെ ഒരു ഫീച്ചർ ഉണ്ട് അല്ലെ, ഫ്രീ മൂവ്മെന്റ് ഓഫ് ലേബർ. ദെൻ ഹാർമണൈസ്ഡ് ടാക്സ് റേറ്റ്. ടാക്സ് റേറ്റ് ഒക്കെ ഹാർമണൈസ്ഡ് ആയിട്ടുള്ള ഒരു ടാക്സ് റേറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ഒരു കോമൺ മോണിറ്ററി ഫിസിക്കൽ പോളിസീസ് ഒക്കെ ഇവർക്ക് ഉണ്ടായിരിക്കും. കറൻസി ഉണ്ടായിരിക്കും. സോ ദാറ്റ് ഇസ് എക്കണോമിക് യൂണിയൻ. സോ അതിന് ഉദാഹരണമാണ് യൂറോപ്യൻ യൂണിയൻ, എക്കണോമിക് യൂണിയൻ ഉദാഹരണമാണ്. നെക്സ്റ്റ് വന്നിട്ട് എന്താണ്, മെയിൻലി നമുക്ക് ഇത് 5 പഠിക്കാനുള്ളത്. 5 നിലവിലുള്ളത്. പക്ഷെ പുതിയ പുതിയ തിയറീസിലൊക്കെ അല്ലെങ്കിൽ പുതിയ ആർട്ടിക്കിൾസിലൊക്കെ കണ്ടിട്ടുണ്ട് എന്താണ്, പൊളിറ്റിക്കൽ യൂണിയനും കൂടെ വരുന്നത്. കംപ്ലീറ്റ് എക്കണോമിക് പൊളിറ്റിക്കൽ യൂണിയൻ അച്ചീവ്. അപ്പൊ അവിടെ ഒരു കോമൺ ഗവൺമെന്റ് ഒക്കെ ഉണ്ടായിരിക്കും. സോ ദിസ് ഇസ് എന്താണ്, ഡിഗ്രി ഓഫ് എക്കണോമിക് ഇന്റഗ്രേഷൻ. സോ അപ്പൊ ആദ്യം വരുന്നത് പ്രിഫറൻഷ്യൽ ട്രേഡ് അഗ്രിമെന്റ് ആണ്. അപ്പൊ ആണ് ഫസ്റ്റ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്, C and D. അപ്പൊ നമുക്ക് ഇത് രണ്ടും എലിമിനേറ്റ് ചെയ്യാം. ഇത് രണ്ടും എലിമിനേറ്റ് ചെയ്യാം, A and B. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു FTA. FTA ഏതാണ്, ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്. സോ ഇവിടെ ഏരിയ ഏതാണ്, B അല്ലേ. സോ അപ്പൊ ഇത് റിമൂവ് ചെയ്തു. സോ E, B, then customs union, then D, common market, then C, economic union. So D. D is the correct option. Okay. Next. Metzler paradox is an exemption to. Metzler paradox is an exemption to Stolper-Samuelson theorem. Okay. Metzler paradox is an exemption to Stolper-Samuelson theorem. Marshall Lerner condition is satisfied if the absolute sum of the country's export and import demand elasticity is എന്താണ്, greater than 1. നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലേ, greater than 1. C ആണ്. This is basically the core idea behind the Marshall Lerner condition. Okay. Next. J curve indicate that. എന്താണ് J curve എന്ന് പറയുന്നത്? J curve indicate that trade deficit will initially worsen എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ട്രേഡ് ഡെഫിസിറ്റ് ഇനീഷ്യലി വേഴ്സൺ ചെയ്യും എപ്പോ, ആഫ്റ്റർ ഡിവാലുവേഷൻ ഓർ ഡിപ്രീസിയേഷൻ ഓഫ് കറൻസി. ഫസ്റ്റ് ഓപ്ഷൻ നോക്ക്, ട്രേഡ് സർപ്ലസ് ആണ്. അപ്പം ട്രേഡ് സർപ്ലസ് അല്ല, നമ്മളൊരു ട്രേഡ് ഡെഫിസിറ്റ് ആണ്. അപ്പൊ ഈ ഓപ്ഷൻ തെറ്റാണ്. അടുത്തത് നോക്കൂ, ട്രേഡ് ഡെഫിസിറ്റ് വിൽ ഇനീഷ്യലി വേഴ്സൺ ആഫ്റ്റർ കറൻസി ഡിപ്രീസിയേഷൻ. അതെ, ഡിപ്രീസിയേഷൻ നടത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ട്രേഡ് ഡെഫിസിറ്റ് ഇനീഷ്യലി വേഴ്സൺ ആവുന്നത്. ആഫ്റ്റർ ലോങ് ടൈമിലേക്കാണ് ആ ഒരു ഇംപ്രൂവ്മെന്റ് കാണുന്നത്. അതുകൊണ്ടാണ് ജെ കർവായി മാറുന്നത്. സോ ബി കറക്റ്റ് അല്ലേ ഓപ്ഷൻ? യെസ്. ദെൻ സിഒ, ട്രേഡ് ഡെഫിസിറ്റ് വിൽ ഇനീഷ്യലി വേഴ്സൺ ആഫ്റ്റർ കറൻസി അപ്രീസിയേഷൻ. നമ്മൾ അപ്രീസിയേഷന്റെ കാര്യം പറഞ്ഞിട്ടില്ല, ഡിവാലുവേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ആണ്. ഓക്കെ. ദെൻ ഇവിടെ എന്താണ്, ട്രേഡ് സർപ്ലസ്. ട്രേഡ് സർപ്ലസ് ആണ്, ദെൻ അപ്രീസിയേഷൻ ആണ്. അപ്പൊ ഇത് രണ്ടും തെറ്റാണ്. സോ നമ്മുടെ അപ്രോപ്രിയേറ്റ് മോസ്റ്റ് ആൻസർ ഏതാണ്? നമ്മുടെ ഉത്തരം ഏതാണ്? ട്രേഡ് ഡെഫിസിറ്റ് ഇനീഷ്യലി വേഴ്സൺ കറൻസി ഡിപ്രീസിയേഷൻ ആഫ്റ്റർ ദ കറൻസി ഡിപ്രീസിയേഷൻ. സോ ബി ഈസ്
കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നിങ്ങൾ ഇപ്പം നേരത്തെ വേറൊരു രീതിയിൽ ജെ കർവ് ചോദിച്ചത് കണ്ടു. സോ നന്നായി പഠിക്കുക. പല രീതിക്കും ക്വസ്റ്റ്യൻസ് വരാം. നമുക്കത് എങ്ങനെയാ വരുന്നതെന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഹെഡ്ജിങ് ഇൻ ഫോറക്സ് മാർക്കറ്റ് റെഫേഴ്സ് ടു. എന്താണ് ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ? കവറിങ് അല്ലെങ്കിൽ ആക്സെപ്റ്റിംഗ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്കിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഹെഡ്ജിങ് ഇസ് കവറിങ് foreign exchange risk. So speculation is the accepting foreign exchange risk. Okay. Avoiding foreign exchange risk. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്കിനെ അവോയ്ഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആക്സെപ്റ്റിംഗ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ഇപ്പം ഇതുപോലെ തന്നെ ട്രേഡിംഗ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ഉണ്ട്. ഇപ്പം പലതരം സ്പോട്ട് ട്രാൻസാക്ഷൻസ് ഒക്കെ ട്രേഡിംഗ് ആണ്. എന്ത്? ഫോറിൻ എക്സ്ചേഞ്ചിലെ ട്രാൻസാക്ഷൻ മീൻസ് അതിനെ പറയുന്ന പേരാണ് സ്പോട്ട് ട്രാൻസാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് എന്താണ് യെസ്, ആർബിട്രേജ് ഉണ്ട്. സോ ഇതൊക്കെ എന്താണ്? ട്രാൻസാക്ഷൻ ആണ് ഫോറിൻ എക്സ്ചേഞ്ചിലെ. സോ ഹെഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവറിങ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ആണ്. ഓക്കെ, ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് കവർ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹെഡ്ജിങ് എന്ന് പറയുന്നത്. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളത് നോട്ട് ചെയ്യുക. എപ്പോഴും നമുക്ക് ഈ അവോയ്ഡിങ് ആണോ ആക്സെപ്റ്റിംഗ് ആണോ കവറിങ് ആണോ എന്നൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു പ്രോസസിങ് അവോയ്ഡിങ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. ഓക്കെ, ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് അവോയ്ഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ കവർ ചെയ്യുന്നതിനെയാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തോളൂ. ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവോയ്ഡിങ്. ഓക്കെ, അവോയ്ഡിങ് ഓർ കവറിങ്. അവോയ്ഡിങ് ഓർ കവറിങ് എന്താണ്? പ്രോസസ് ഓഫ് അവോയ്ഡിങ് ഓർ കവറിങ് foreign exchange risk. Okay, hedging is an avoiding foreign exchange rate or risk or covering of an open position. അതിനെയാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവോയ്ഡിങ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. ഇനി സ്പെക്കുലേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ആക്സെപ്റ്റിംഗ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. ഓക്കെ, ആക്സെപ്റ്റിംഗ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ആണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്പെക്കുലേഷൻ ഈസ് ദ ആക്സെപ്റ്റിംഗ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ഓർ ഓപ്പൺ പൊസിഷൻ. ഓക്കെ, സോ ഇത് സ്പെക്കുലേഷൻ ഈസ് ആൻ ഓപ്പോസിറ്റ് ഓഫ് ഹെഡ്ജിങ്. കാരണം എന്താണ്? ഇത് ഒരെണ്ണം റിസ്ക് ടേക്കിങ്ങും മറ്റൊന്ന് റിസ്ക് അവോയ്ഡിങ്ങും ആണ് അല്ലേ? അപ്പോ സ്പെക്കുലേഷൻ എന്താണ്? ആക്സെപ്റ്റിംഗ് ആണ്. അപ്പൊ അത് റിസ്ക് ടേക്കിംഗ് ആണ്. ഇതെന്താണ്? റിസ്ക് അവോയ്ഡിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. The theorem that postulates increase in the relative prices of a commodity raises the return or earnings of the factor used intensively in the production of the commodity is Stolper-Samuelson theorem. Okay, A ആണ് correct option. Next. Comparative cost advantage is based on. Comparative cost advantage is based on labor theory of value. Okay, labor theory of value. അറിയാം, റിക്കാർഡോ ആണ് കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് കൊണ്ടുവന്നത്. സോ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു അസംഷൻ എന്ന് പറയുന്നത് ലേബർ തിയറി ഓഫ് വാല്യൂ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലേബർ തിയറി ഓഫ് വാല്യൂ. സോ താങ്ക് യു. അപ്പൊ ഇത്രയാണ് നമ്മളൊരു 20 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. സോ നിങ്ങൾ ഈ 20 ക്വസ്റ്റ്യൻസും പഠിക്കുക, മൊത്തം നോക്കിയിട്ട് പോവുക. സോ ഇന്റർനാഷണൽ ട്രേഡിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ജെ കർവ് എഫക്ട്, മാർഷൽ ലേണർ കണ്ടീഷൻ, ഇൻമിസറൈസിംഗ് ഗ്രോത്ത് തുടങ്ങിയിട്ടുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. സോ ഇതൊക്കെ നോക്കിയിട്ട് പോവാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. സോ താങ്ക് യു സോ മച്ച്.